തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി എറണാകുളത്തെ CPIM നേതാവ് KJ ഷൈൻ. ഹീനമായ വ്യക്തിയാധിക്ഷേപമാണ് നടക്കുന്നതെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും KJ ഷൈൻ 24നോട് പറഞ്ഞു. തനിക്കെതിരെ ബോംബ് വരുമെന്ന് കോൺഗ്രസിലെ സുഹൃത്തായ പ്രാദേശിക നേതാവ് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും KJ ഷൈൻ പറയുകയാണ്. നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, വനിതാ കമ്മീഷന് പരാതി കൊടുത്തു. അവരതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ വിളിച്ചിരുന്നു, എന്നിൽ നിന്ന് പല കാര്യങ്ങളും അവർ ചോദിച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഏതറ്റം വരെയും ഇതൊരു രോഗമാണ്. ടീച്ചർക്കെതിരെ ഒരു ബോംബ് വരുന്നുണ്ട് എന്ന് എന്നോട് പറയുന്നത് ഇവിടുത്തെ പ്രാദേശികമായൊരു നേതാവാണ്. KJ ഷൈന്റെ പരാതി എറണാകുളം റൂറൽ സൈബർ പോലീസിന് കൈമാറി ഇന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. സംഭവത്തിൽ ആരോപണ വിധേയനായ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ നിതിനൊപ്പമുണ്ട്. നിതിൻ, ഈ വിഷയത്തിൽ ഗോപാലകൃഷ്ണൻ പറയാനുള്ളത് എന്താണ്? ഏത് രീതിയിലാണ് നിയമ നടപടികൾ മുന്നോട്ടേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഹാഷ്മി, എന്തായാലും KJ ഷൈനുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ ഷൈൻ ടീച്ചർ രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഭർത്താവിനൊപ്പമാണ് മാധ്യമങ്ങൾ കണ്ടത്. അതിൽ കോൺഗ്രസ്സുകാരെയാണ് ആരോപണം ഉന്നയിച്ചത്. അതിൽ ഇപ്പോൾ KJ ഷൈൻ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണൻ 24 ചേരുകയാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങേക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അങ്ങാണ് ഏറ്റവും ആദ്യം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. എന്താണ് അതിൽ വാസ്തവമുണ്ടോ? ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ പോസ്റ്റർ ഇട്ടിരുന്നു. പക്ഷേ ഞാൻ ടീച്ചറെയോ ഉണ്ണികൃഷ്ണനെയോ ആക്ഷേപിച്ച് വ്യക്തിപരമായി ആവശ്യിച്ചൊരു പോസ്റ്റ് ഇട്ടില്ല. എനിക്ക് ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വൈപ്പിൽ നിന്ന് ഒരു CPM നേതാവ് അയച്ചു തന്ന പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നത്. അതൊരു മാസമായി. അതിലെഴുതിയേക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു MLAയും ഒരു ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധം നടന്നെന്ന് പറഞ്ഞുള്ളത്. അതെനിക്കത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതെല്ലാം തിരിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ട്. അത് നമ്മുടെ ഷാജഹാൻ്റെ യൂട്യൂബിൽ വന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അത് എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന്, സൈബർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോഴും കിടപ്പേണ്ട ഞാൻ കളഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ പേരിൽ ടീച്ചർ പറഞ്ഞു. എൻ്റെ വൈഫ് ഹൗസ് ടീച്ചറിൻ്റെ വീണ്ടും എടുത്താണ്. ടീച്ചറായിട്ട് ഞാൻ പരിചയമുള്ളതാണ്. ടീച്ചറെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഉണ്ണികൃഷ്ണൻ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റും ഞാൻ ഇട്ടിട്ടില്ല. നേരിട്ട് പേര് പറയാതെയാണ് ആ ഒരു പോസ്റ്റ് നേരത്തെ ഷെയർ ചെയ്തത്. എറണാകുളം ജില്ലയുടെ MLAയും ഇങ്ങനെ ചെയ്യണം. എറണാകുളം ജില്ലയുടെ MLAയും ഇങ്ങനെ ടീച്ചറും തമ്മിലുള്ള ഇതൊന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോ. എനിക്ക് തോന്നിയത് ശരിയല്ല, ഇത് അവർ തമ്മിലുള്ള ചേരിപ്പോരാണ്. നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ തന്നെ യൂട്യൂബ് ലിങ്ക് പങ്കുവച്ചത് അത് എവിടുന്ന് കിട്ടിയത്? യൂട്യൂബ് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത എനിക്കൊരു ഇത് കിട്ടി. അത് ഞാനത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലുണ്ടത്. അതിപ്പോൾ ഞാൻ കളഞ്ഞിട്ടില്ല. കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നടക്കുന്ന എന്നെയാണ് സൈബർ ആക്രമണം നടക്കുന്ന CPM. എൻ്റെ സുഖമില്ലാത്ത വൈഫ്, അവൾക്ക് നടക്കാൻ പോലും പറ്റില്ല. എന്നാൽ വികലാംഗമായിട്ട് ഇതാണ് ഒരു വൈഭർത്തായിട്ട് ഉള്ളതാണ് വികലാംഗത്വം. ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി കണ്ടിട്ട് പുള്ളി സഹിക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു കൊടുത്ത് ഇവർ നമ്മളെ ആക്ഷേപിക്കേണ്ടത്. ഞാനത് നിയമനോട് എടുക്കാൻ പോകുന്നത്. അത് പറവൂരുള്ള ഇട്ടുണ്ട്. ഒരു CPM ഒരു നേതാവുണ്ട്, അവൻ ഇട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കൊടുക്കാൻ പോണു. എന്തുകൊണ്ട് ഞാൻ ഇവരെ 2 വ്യക്തികളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ അവരുടെ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇടൂല. അതുകൊണ്ട് ടീച്ചർ എനിക്കറിയാവുന്ന ടീച്ചർ, ഞാൻ അവരുടെ ദിവസം കാണുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കും. ഞാൻ ഈ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇടുന്ന പറവൂര് ഞാനാണ്. അവർ നോട്ടപ്പള്ളിയാണ്. നേരത്തോടെ ഞാൻ തട്ടിക്കളി എന്നൊക്കെ പറഞ്ഞ് ഭീഷണി വയ്ക്കുകയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ടീച്ചർ പറയുമ്പോൾ അറിയണം. ടീച്ചർ പറയുന്നത് ബോംബ് ഇത് MLA ഞങ്ങളുടെ നേതാവുണ്ടല്ല ED സതീശൻ പറഞ്ഞൊരു ബോംബ് വരാണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അവർ കാണണം അത് വെച്ച് മുതലെടുക്കുകയാണ്. അത് എന്നെക്കൊണ്ട് ഇപ്പം ചില ചാനലിൽ പറയണത് ഞാൻ MLAയുടെ ഓഫീസിലാണ്. ഞാൻ MLAയുടെ ഓഫീസിലാണ്. ഞാൻ ആ പാർട്ടിക്കാരൻ 48 കൊല്ലമായിട്ട് ഈ പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ കുടുംബം അത് തന്നെയാണ്. ഞാൻ ഈ ടീച്ചർക്കോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു പോസ്റ്റ് ഇട്ടില്ല. എന്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതല്ലേ നമ്മുടെ സൈബർ ഇതുണ്ടല്ലോ, അത് ചെക്ക് ചെയ്യട്ടെ. ഞാനൊരു പോസ്റ്റിൻ്റെ തെളിവ് ഞാൻ നിയമനടപടിക്ക് ഓടിക്കുകയാണ്. ഇവർ നിയമനടപടിക്ക് പോകട്ടെ, ഞാനും പോയാണ്. ടീച്ചർ ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5 വർഷം സഹകരിക്കും അല്ലേ? അത് ഞാൻ സഹകരിക്കും. നമ്മളൊരു കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കുള്ള കാര്യം പറയാമല്ല, നമ്മൾ കാണിച്ചു കൊടുക്കാം. ഇപ്പോഴും ഇതേ കളഞ്ഞില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ കാണിച്ചാൽ വീഡിയോ എന്നെ ആക്ഷേപിച്ച് കാണിച്ചായിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാണെങ്കിൽ. ഹാഷ്മി, ഈ 2 ദിവസം മുമ്പ് ഒരു യൂട്യൂബ് KJ ഷൈൻ പറയുന്നത് ഈ സുബ്രഹ്മണ്യനാണ്, ഈ പറയുന്ന ആളാണ് ഇതിന്റെ സ്റ്റാർട്ടർ തുടങ്ങി വെച്ചത് ഈ പ്രാദേശിക നേതാവാണെന്നാണ്. അങ്ങനെയാണോ ഒന്നുകൂടി ചോദിക്കൂ.
താങ്കളാണ് ഇത് ഇത്ര ഒരു ആരോപണം തുടങ്ങി വെച്ചതെന്നാണ് കെ ജെ ഷൈൻ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ? കാരണം ഒരു മാസം മുമ്പ് താങ്കളാണല്ലോ പോസ്റ്റ് എടുത്തത് ഫേസ്ബുക്ക്. പോസ്റ്റ് ഇട്ടങ്ങനെ ആദ്യം ഞാനാണ് പറഞ്ഞത്. അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവരുടെ പാർട്ടിക്കാർ കാണിച്ചു കൊടുത്തത്, എനിക്ക് പോസ്റ്റർ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് അവർ പറയണത്. അത് ശരിയാണ്. എന്നുള്ള ഈ പറവൂരുള്ള CPM-മാർ മുഴുവൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തല്ലും കൊല്ലും എന്നൊക്കെ പറയും. ഇപ്പോഴല്ല, അത് ഈ മറ്റുള്ള പോസ്റ്റ്. ഞാൻ CPM-നെതിരെ ഏറ്റവും കൂടുതൽ പോസ്റ്റർ ഞാനായിട്ട് കോൺഗ്രസ്സുകാർ ഒരാളില്ല. ഞാൻ ഈ സൈബർ വിങ്ങിലുണ്ട്. അത് കാരണം ഇവരെന്നെ നേരത്തെ തുടങ്ങി ഒരു നോട്ട് കൊടുക്കണം. എന്നെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാർ എൻ്റെ വീടിൻ്റെ ഓടി വരുമ്പോൾ എന്നെ തല്ലാൻ മതി. മാസം മുമ്പ് കെ ജെ ഷൈനെതിരെ പോസ്റ്റ് ഇട്ടത് മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് ഷെയർ ചെയ്താണ്. അത് ഷെയർ അത് പറയണേക്കെ അതിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എറണാകുളം ജില്ലയിലെ ഒരു MLA-യും ഒരു ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നുള്ളുണ്ട്. അത് ശരിയാണ്. ആ പോസ്റ്റ് അപ്പം തന്നെ എനിക്ക് തോന്നിയത് ഇതല്ല, ഇത് അവർ ഈ എനിക്ക് അയച്ചെന്നവനും പറയില്ല, ആരാണെന്നൊന്നും പറയില്ല. നമ്മളത് അപ്പം തന്നെ ഡിലേറ്റ് ചെയ്ത് ഉള്ളതാണ് അതില്ലെന്ന് പറയുന്നില്ല. അതെനിക്ക് ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. ഇവരുടെ CPM-മാരെ ഗ്രൂപ്പുകളിൽ വന്നാണത്. പള്ളിപ്പുറം മണ്ഡലത്തിലെ ഗ്രൂപ്പിൽ നിന്ന് വന്നാണത്. അത് ഒരു CPM പ്രവർത്തകൻ അയച്ചു കൊടുത്ത തെളിവുണ്ടോ ചോദിക്കൂ. ഒരു പോസ്റ്റാണ് പങ്കുവച്ചത്. പിന്നീട് അതിന്റെ ആധികാരിക പറയുന്നതിന് തെളിവുണ്ടോ ചോദിച്ചു നോക്കൂ, വെറുതെ പറഞ്ഞു പോകും. അങ്ങനെ ഒരു പോസ്റ്റ് താങ്കൾക്ക് തന്നു ബന്ധപ്പെട്ട തെളിവ് താങ്കളുടെ പക്കലുണ്ടോ? CPM പ്രവർത്തകൻ താങ്കൾക്ക് പങ്കുവെച്ചു പറഞ്ഞ തെളിവുണ്ടോ? അല്ല, ആ പുള്ളിയുടെ പേരോ എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ഒരു ബന്ധുവും കൂടിയാണ്. തെളിവുണ്ടോ? അങ്ങനെ പങ്കുവെച്ചു എന്നുള്ള തെളിവുണ്ടോ? എനിക്ക് വാട്സപ്പിൽ അയച്ചതാണ്. എനിക്ക് വാട്സപ്പ് ചാറ്റ് ഇപ്പോൾ താങ്കൾ കൈവശമുണ്ട്? പോയിട്ടുണ്ട്, അതൊക്കെ പോയി. വാട്സപ്പിൽ മറ്റേ ഫേസ്ബുക്കിലിട്ടൊന്നും ഞാൻ കളഞ്ഞത്. വാട്സപ്പിൽ താങ്കൾക്ക് അയച്ചതിന് ഇപ്പോൾ നിലവിൽ തെളിവുണ്ടോ? കാരണം ഇപ്പോൾ ഇത് അന്വേഷണം ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ താങ്കൾക്ക് എന്ത് തെളിവാണ് ഇപ്പോൾ ഹാജരാക്കാനുള്ളത്? അങ്ങനെയാണ് ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് അവനെ ഡിലേറ്റ് കളഞ്ഞ്, ഈ പ്രശ്നമൊക്കെ വന്നപ്പോൾ അവൻ ഡിലേറ്റ് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇന്ന് നോക്കിയെടുത്ത് കാലത്തെടുത്ത് നോക്കി. സുഹൃത്ത് പങ്കുവെച്ച ഈ പ്രശ്നം ഉണ്ടാവും. ഈ പറഞ്ഞവൻ CPM-മാരാണ്. അവനെ ഒരു ടാർഗറ്റ് ചെയ്യും. അവന് എന്താണ് ഇപ്പം അവൻ പാർട്ടിയിൽ നിന്ന് മാറിയിരിക്കുകയാണ്, പാർട്ടിക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഇതുണ്ട്. പങ്കുവെച്ച വിവരങ്ങൾ താങ്കളുടെ കൈവശം ഇപ്പോൾ ഉണ്ടോ? വാട്സപ്പ് അയച്ചു തന്ന പുതിയ പോസ്റ്ററാണ്. ആ പോസ്റ്ററാണ് ഇട്ടത്, പങ്കുവെച്ചല്ല. ഞാനത് ഇതിലേക്ക് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാനാണ് എഴുതിയത്, ഞാനാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തത്. ഇങ്ങനെ ഇന്ന എറണാകുളം ജില്ലയിലെ ഒരു MLA-യും ഒരു ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായെന്ന് എഴുതി. ഇപ്പം നിലവിൽ തെളിവുണ്ടോ താങ്കളുടെ? അതില്ല, എൻ്റെ അടുത്തില്ല. ഞാനിത് കാലത്ത് നോക്കിയപ്പോൾ അത് ഡിലേറ്റ് ചെയ്തു. അവനത് പൊട്ടി പറഞ്ഞു. അവന് മനസ്സിലായത് പ്രശ്നമാകുമെന്ന്. അത്തരമൊരു വിവരം ഗോപാലകൃഷ്ണൻ അല്ലേ അങ്ങനെ പേര്? ഗോപാലകൃഷ്ണൻ ഈ പുള്ളിയാണ് ആദ്യം അതിട്ടത് എന്നാണ് കെ ജെ ഷൈൻ പറഞ്ഞത്. 2 ദിവസം മുമ്പാണ്. അതെ, ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് അത് ഇപ്പോൾ ചെയ്ത് KM ഷാജഹാൻ്റെ എന്താണ് ആ യൂട്യൂബ് ലിങ്ക് മാത്രമാണ് ചെയ്തത്. ഒരു മാസം മുമ്പ് നേരത്തെ ഇട്ടിരുന്നു, പക്ഷെ അത് അന്ന് നിന്ന് ഏതോ CPM-ലെ ഏതോ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാണ് അല്ലേ? ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. കാരണം CPM-ലെ ഏതൊരു ഒരു പ്രവർത്തകൻ, തന്റെ സുഹൃത്താണ്, CPM പ്രവർത്തകരാണ്, അദ്ദേഹം പങ്കുവെച്ചൊരു ഒരു പോസ്റ്റാണ് താൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അതിന് പിന്നീട് അതിന്റെ ആധികാരിക തരത്തോട് താൻ ഉടനെ തന്നെ പിൻവലിച്ചു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തന്റെ പക്കൽ ഹാജരാക്കാനില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വാട്സപ്പ് ചാറ്റുകളൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ അത്തരം ഒരു തെളിവ് തന്റെ പക്കലില്ല. പക്ഷേ KM ഷാജഹാന്റെ പോസ്റ്റാണ് 2 ദിവസം മുന്നേ ഇട്ടത്. അത് പിന്നീട് അതിൽ ഇത്തരത്തിൽ പേരോ ഒന്നും പരാമർശിക്കാതെയാണ് അത്തരം ഒരു പോസ്റ്റ് താൻ പങ്കുവെച്ചെന്നാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൽ തനിക്കിപ്പോൾ തന്റെയും കുടുംബത്തെയും ഇപ്പോൾ വ്യക്തിഹത്യ നടത്തുന്ന നിലയിലുള്ളൊരു പ്രചരണം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിയമപരമായുള്ള ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ. എന്തായാലും ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ നിയമ നടപടി മുന്നോട്ട് പോകുമ്പോൾ ഏത് നിലയിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പറ്റുമെന്ന ചോദ്യം എന്തായാലും ഇപ്പോൾ ഉയരുന്നുണ്ട്. അത്തരമൊരു തെളിവുകളും തന്റെ പക്കലില്ല. അതായത് CPM പ്രവർത്തനം അയച്ചു ബന്ധപ്പെട്ട തെളിവുകളില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ 24 വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി, നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്തായാലും കെ ജെ ഷൈൻ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.